അങ്ങനെ പിന്നെ ഗാനമേളയ്ക്ക് കയറി, പിന്നെ അങ്ങോട്ട് ഗാനമേളയും തുടങ്ങി. ഇത് കഴിഞ്ഞതിന്റെ ഒരു ആഫ്റ്റർ പ്രിക്കോഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട് മനുഷ്യരുടെ ഇടയിൽ. ഏതാണ്ട് വലിയ കുഴപ്പമാണ്. പിന്നെ ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഡോണറെ കിട്ടുക എന്നുള്ളതാണ് ഒരു കിഡ്നി പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മെയിൻ പ്രശ്നം. മാച്ചിങ് ഡോണർ. ഒരു മാച്ചിങ് ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന പഥ്യങ്ങൾ, അല്ലാതെ ഇതിനകത്ത് കിഡ്നിക്ക് പ്രത്യേകമായിട്ടൊരു രോഗമോ അങ്ങനെ അതൊരു പ്രത്യേക രോഗമൊന്നും അല്ല. നമുക്കിപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ ഡയബറ്റീസിനുള്ള മരുന്ന് ആജീവനാന്തം കഴിക്കണം, അത് കിഡ്നി പോയാലും പോയില്ലെങ്കിലും കഴിക്കണം. ഒരാൾക്ക് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് ആജീവനാന്തം, പ്രഷർ ആജീവനാന്തം കഴിക്കണം ആ മരുന്നുകൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കാതെ വഴി ഇറങ്ങി നടന്ന് കഴിക്കും. അതൊക്കെ ഒന്ന് കൺട്രോൾ ഉള്ളതല്ലാതെ ഈ പറയുന്ന പോലുള്ള യാതൊരു കിഡ്നിക്കുമായിട്ട് പ്രത്യേകിച്ചൊരു ഒരു ഇതില്ല. അതിൻ്റെ ആരോഗ്യത്തിന് പറ്റിയ പിന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകമായിട്ട് മരുന്നോ മെഡിസിനോ ഒന്നുമില്ല.